ദീപികയുടെ 140-ാം വാർഷികത്തോട് അനുബന്ധിച്ച് സീക്ക് കൺസൾട്ടൻസിയും ദീപികയും സംയുക്തമായി വിജയോത്സവം 2026 എന്ന പേരിൽ അക്കാദമിക് എക്സലൻസ് അവാർഡ് ദാനം സംഘടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ മഹാജൂബിലി ഹാളിൽ നടന്ന സമ്മേളനം കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ചരിത്രത്തിലേറെയുണ്ട്. അത് വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ കാഞ്ഞിരപ്പള്ളിക്കൊരു മഹിതമായ ചരിത്രം പങ്കുവയ്ക്കാനുണ്ട്. ആ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കാരണം ഇന്നലത്തെ ചരിത്രം നമുക്ക് ചവിട്ടി നിൽക്കാനുള്ള മണ്ണാണ്, ഊർജം തരുന്നൊരു സ്രോതസ്സാണ്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി ആവേശത്തോടു കൂടി അതിനെ കണ്ട് സന്തോഷിക്കാനുള്ള ഒരിടമാണ് ചരിത്രം എന്ന് പറയുന്നത്. പക്ഷെ ചരിത്രം കേവലം പഠനത്തിന് മാത്രമുള്ളൊരു വിഷയമല്ല. ചരിത്രം അഭിമാനത്തോടു കൂടി പുതിയ ചരിത്രം രചിക്കുവാനുള്ള ഒരു ആവേശ സാധ്യതയാണ്. ചരിത്രം എന്ന് പറയുന്നത് തുടർച്ചയാണ്, അതൊരിക്കലും ഇല്ലെന്നാവുന്ന ഒന്നല്ല. ഇന്നലകളിൽ സൃഷ്ടിച്ചെടുത്ത വലിയ സംഭാവനകളുടെ ചരിത്രം ഒരു കേവലം ശേഷിപ്പായിട്ട് മാത്രം മാറാനുള്ളതല്ല, അത് പുതിയ ചരിത്രം സൃഷ്ടിക്കുവാനുള്ള ആവേശത്തിൻ്റെ ഒരു അതുല്യമായ ഭൂമികയാണ്. പുതിയ ചരിത്രം സൃഷ്ടിക്കേണ്ടവർ നിങ്ങളാണ്, നമ്മളാണ്, നമ്മൾ ഒരുമിച്ചാണ്. അങ്ങനെ ചരിത്രം നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, വിദ്യാർത്ഥിനികളെ, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ചരിത്രം രചിച്ചു കഴിഞ്ഞു. എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ ഉന്നത വിജയമോ നേടിക്കൊണ്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങളൊരു ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഓരോ വിജയവും പുതിയ ചരിത്രം സൃഷ്ടിക്കുവാനുള്ള ചുവടുവയ്പായിരിക്കണമെന്ന് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. കാരണം യോഗത്തിൽ വരാം എന്നേക്കുകയും ഏത് കാരണത്താലായാലും ഒന്ന് താമസിക്കുകയും ചെയ്താലുണ്ടാകാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ഞാൻ അതുകൊണ്ട് ഇവിടെ ബോബിയച്ചനും മാത്യു അടക്കമുള്ള നമ്മളുടെ ബഹുമാന്യരായ ആളുകളെ പുറത്ത് കണ്ടപ്പോഴാണ് എൻ്റെ ജീവൻ നേരെ വീണത്. അത് പറയുന്നത് എനിക്ക് ശരി, ഒരു 10 മണിയോടുകൂടി വരണം എന്ന് ഉദ്ദേശിച്ചു. പക്ഷേ ഇത്രയും വൈകിപ്പോയി. ഞാൻ അതുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കുന്നതേ ഇല്ല. ഞാനിവിടെ വന്ന് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ എൻ്റെ യാത്രാദേശം പൂർത്തിയായി. നല്ല എക്സലൻസ് ഉള്ള കുട്ടികളെ ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് എക്സൈറ്റഡാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അവരുടെ അപ്രോച്ചുണ്ട്, അവരുടെ കാഴ്ചപ്പാടുണ്ട്, അവരുടെ സമീപനമുണ്ട്. ആ സമീപനമൊക്കെ ആ എക്സലൻസിൻ്റെ എല്ലാ അംശവും അതിനകത്ത് കാണുകയും ചെയ്യും. പ്രൊഫസർ റോണി കെ ബേബി MLA അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണപ്ലാക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. MJ സെബാസ്റ്റ്യൻ MLA, രാഷ്ട്രദീപിക ലിമിറ്റഡ് ഡയറക്ടർ ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, ദീപിക ജനറൽ മാനേജർ സർക്കുലേഷൻ ഫാദർ ജോർജ് മാന്തുരുത്തിയിൽ, ആർച്ച് ബിഷപ്പും സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ വികാരിയുമായ ഫാദർ ഡോക്ടർ കുര്യൻ താമരശ്ശേരി, DFC രൂപത ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത്, ദീപിക മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ആൻഡ് PRO മാത്യു കൊല്ലമനക്കരോട്ട്, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സുനി പത്യാല, DCL നാഷണൽ കോർഡിനേറ്റർ വർഗീസ് കോച്ചുകുന്നേൽ, DFC സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയി മടക്കക്കുഴി എന്നിവർ പ്രസംഗിച്ചു. വിജയോത്സവത്തിന്റെ ഭാഗമായി പ്രമുഖ കരിയർ വിദഗ്ധനും സീക്ക് ലിമിറ്റഡ് കരിയർ കൺസൾട്ടന്റുമായ ജിബിൻ ബിനു ജോസഫ് നയിച്ച കരിയർ ഗൈഡൻസ് സെമിനാറും ശില്പശാലയിൽ നടന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+, 9-8 A+ നേടിയവരെയും +2 പരീക്ഷയിൽ ഫുൾ A+ഉം 80% കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയുമാണ് വിജയോത്സവത്തിൽ ആദരിച്ചത്. വിജയികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. കൂടാതെ +2 SSLC പരീക്ഷകളിൽ 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങൾക്ക് അക്കാദമിക് എക്സലൻസ് അവാർഡ് നൽകി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ആദരിച്ചു.
കാഞ്ഞിരപ്പള്ളി ഏരിയയിൽ നിന്നുള്ള 1000-ലധികം വിദ്യാർത്ഥികളും മാതാപിതാക്കളും സമ്മേളനത്തിൽ പങ്കെടുത്തു. ഫെസ്റ്റൂൺ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.